പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാരോടും വിശ്വാസികളോടുമായി ഒരു മുന്നറിയിപ്പ് എന്നവണ്ണം വിളിച്ചു പറയുകയാണ്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ. മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അവഗണിച്ചു മുൻപോട്ട് പോകുവാനുള്ള ഒന്നല്ല, മറിച്ച് പാലിക്കുവാനുള്ള ഒന്നാണ്. നാം ദൈവിക മുന്നറിയിപ്പുകളെ അവഗണിച്ചു മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ് എങ്കിൽ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നാം വലഞ്ഞുപോയ നീതിമാൻ എന്നറിയപ്പെടുന്ന ലോത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ലോത്തിനും ലോത്തിൻ്റെ കുടുംബത്തിനും ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. എന്തു മുന്നറിയിപ്പാണ് കൊടുത്തത് എന്നറിയണ്ടേ? ഈ പ്രദേശത്തൊന്നും നിൽക്കാതെ, പുറകോട്ട് നോക്കാതെ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാനുള്ള മുന്നറിയിപ്പിനെ കൊടുത്തു. എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ലോത്തിൻ്റെ ഭാര്യയാകട്ടെ ദൈവീക മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് പുറകിലേക്ക് നോക്കുകയും നോക്കിയ മാത്രയിൽ ഉപ്പുതൂണായി തീരുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറയപ്പെടുന്നത്, ലോത്തും ലോത്തിൻ്റെ തലമുറകളും ദൈവീക മുന്നറിയിപ്പിനെ പാലിച്ചുകൊണ്ട് ദൈവീക കരുണയിലേക്ക് പ്രവേശിച്ചപ്പോൾ ലോത്തിൻ്റെ ഭാര്യയാകട്ടെ ദൈവീക മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ദൈവീക ന്യായവിധിയിലേക്ക് പ്രവേശിക്കുവാനിടയായിത്തീർന്നു. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ദൈവീക മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരായിട്ടല്ല, മറിച്ച് പാലിക്കുന്നവരായി തീരണം. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ. ദുഷ്കാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? മോശം കാലം. ഒന്നുകൂടെ ലഘൂകരിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആർക്കുമാരോടും കരുണയില്ലാത്തതായ കാലം, ആർക്കുമാരോടും ബഹുമാനമില്ലാത്തതായ കാലം, ആർക്കുമാരോടും സ്നേഹമില്ലാത്തതായ കാലം. മാതാപിതാക്കൾ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തലമുറകളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതായ കാലം. തലമുറകൾ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും വഴിയമ്പലങ്ങളിലും മരണത്തിനും വിട്ടുകൊടുക്കുന്നതായ കാലം. ഇങ്ങനെ തുടങ്ങിയുള്ള ഒരു മോശം കാലത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. മോശം കാലത്തിലായിരിക്കുന്ന നമുക്ക് ലഭിക്കുന്നതായ സമയത്തെ തക്കത്തിൽ വിനിയോഗിക്കുവാൻ കഴിയണം. നമുക്ക് ചിന്തിക്കാം, സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ എന്തൊക്കെ നന്മകൾ ലഭിക്കും. ഒന്നാമതായി നാം ആഗ്രഹിക്കുന്ന ചില വിടുതലുകളെ പ്രാപിക്കുവാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അതാത് സമയത്ത് ദൂതനിറങ്ങി കുളം കലക്കുമ്പോൾ ആദ്യമിറങ്ങുന്നത് ഏതു വ്യാധി പിടിച്ചവനായാലും അവന് വിടുതൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? ആരാണോ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത് അവൻ അഭിമുഖീകരിക്കുന്ന രോഗത്തിൽ നിന്ന് അവനൊരു വിടുതൽ ലഭിക്കും. ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, നാം ആഗ്രഹിക്കുന്നതായ രോഗസൗഖ്യം, നാം ആഗ്രഹിക്കുന്നതായ നന്മകൾ, നാം ആഗ്രഹിക്കുന്നതായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കുവാൻ കഴിയണമോ? നാം നമുക്ക് ലഭിക്കുന്നതായ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ തയ്യാറാകണം. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ എന്തൊക്കെ നന്മകൾ ലഭിക്കും എന്നറിയണ്ടേ? രണ്ടാമതായി ചില വാക്തത്വങ്ങളെ പ്രാപിക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നാം വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാം തലമുറകളില്ലാത്തതിനെ തുടർന്ന് വളരെയധികം ഭാരത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ യഹോവ അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്യുവാനിടയായിത്തീർന്നു, അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും പരിചയമാകുന്നു. അതിന് അബ്രഹാമിൻ്റെ പ്രതികരണം എന്തായിരുന്നുവെന്നറിയണ്ടേ? അബ്രഹാം അവന് ലഭിച്ചതായ സമയത്തെ
തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു പരിഭവത്തോടുകൂടെ തൻ്റെ വിഷയത്തെ അവതരിപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായിരിക്കുന്നു. ഇതുമാത്രമല്ല, എൻ്റെ അവകാശി എന്ന് പറയുന്നത് എൻ്റെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടിരിക്കുന്ന ദമ്മേശക്കുകാരനായിരിക്കുന്ന ഈ ഏലിയാസറാണ്. ശ്രദ്ധിക്കണമേ, അബ്രഹാമിൻ്റെ ഹൃദയവേദനയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്യുവാനിടയായി തീർന്നു. അബ്രഹാമേ, നീ ചിന്തിക്കുന്നത് പോലെ ഒരിക്കലും സംഭവിക്കത്തില്ല. മറിച്ച് നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയായി തീരും. ഇത്രയും പറഞ്ഞ് കർത്താവ് തൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയല്ല ചെയ്തത്. അബ്രഹാമിൻ്റെ വിശ്വാസ വർധനവിന് വേണ്ടി അബ്രഹാമിനോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. അബ്രഹാമേ, നീ ഭവനത്തിന് പുറത്തേക്ക് വരിക, ആകാശത്തിലേക്ക് നോക്കുക. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ഞാൻ നിനക്ക് സന്തതികളെ തരും. ശ്രദ്ധിക്കണമേ, അബ്രഹാം അവന് ലഭിച്ചതായ സമയത്തെ തക്കത്തിൽ വിനിയോഗിക്കുവാൻ തയ്യാറായപ്പോൾ അതിമഹത്തായ ഒരു വാക്തത്വത്തെ കൊടുത്ത് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ഇതുമാത്രമല്ല, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് കരുതപ്പെടുന്ന മോശെ ഇപ്രകാരം എഴുതി വച്ചു: ഇസ്രായേൽ ജനം സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ശ്രദ്ധിക്കണമേ, ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വം നിറപടിയായി നിവർത്തീകരിക്കപ്പെട്ടു. ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ: വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്തവനുമായിരിക്കുന്ന ദൈവം നമ്മോടെന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമ്മോടെന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായി നിറപടിയായി നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങി വരാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ എന്തൊക്കെ നന്മകൾ ലഭിക്കും എന്നറിയണ്ടേ? മൂന്നാമതായി, കർത്താവിനോടുകൂടെ വസിക്കുവാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദാസ് 30 വെള്ളിക്കാശിനു വേണ്ടി ചുംബിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയും തുടർന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരവും ചേർന്ന് യേശുക്രിസ്തുവിനെ പിടിച്ചുകെട്ടി 5 കോടതികളിലായി മാറി മാറി വിസ്തരിച്ച് കുറ്റമില്ലാത്തവനെ ഒരു കുറ്റവാളിയെപ്പോലെ തലയോടിടമെന്ന സ്ഥലത്ത് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കുവാൻ ഇടയായിത്തീർന്നു. യേശുക്രിസ്തുവിനെ തൻ്റെ ക്രൂശീകരണ സമയത്തിൽ പോലും ഒരു നിന്ദാവിഷയമായി ചൂണ്ടിക്കാണിക്കുന്നതിനു വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. അതിലൊരുവൻ, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ നിന്ദിച്ചപ്പോൾ മറ്റേ കള്ളൻ അവനെ ശാസിച്ചമർത്തിക്കൊണ്ട് ഇപ്രകാരം പ്രതികരിക്കുവാനിടയായി തീർന്നു: നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ശേഷമായി അവന് ലഭിച്ചതായ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്രകാരം അപേക്ഷിക്കുവാനിടയായിത്തീർന്നു: കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കേണം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം അവൻ്റെ അപേക്ഷാ വാചകങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് അവനോട് ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു: ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറയപ്പെടുന്നത്, നാം നമുക്ക് ലഭിക്കുന്നതായ സമയത്തെ തക്കത്തിൽ വിനിയോഗിക്കുവാൻ തയ്യാറായാൽ കർത്താവിനോടുകൂടെ വസിക്കുവാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ആഗ്രഹിക്കുന്ന നന്മകളും വിടുതലുകളും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ലഭിക്കുന്നതായ സമയത്തെ തക്കത്തിൽ വിനിയോഗിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.